സോ ഗായ്സ്, ഞാൻ വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ട് വയനാട്ടിലേക്ക് നഗരമാണ്. അത് കാട്ടിലിങ്ങനെ എന്താക്കിനോ ഒരു നടക്കും പോലെ ആക്കിന്. ഫുൾ ഇങ്ങനെ താഴേക്ക് കീഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് മീറ്റൊക്കെ പോയിട്ട് അവിടെ തന്നെ എത്തണേ. ഞങ്ങളുടെ നാട്ടിലുള്ള കാട് തന്നെ ഒരു മാറ്റമില്ല. ആ കൽമരത്തിന്റെ ഇതും അല്ലേ. ഇടക്കിടക്ക് രണ്ട് മറ്റേ ഇതുണ്ട്. എന്തിനാ പേരും മറന്നു പിന്നെ ഓർമ്മക്ക ഒറ്റ മിനിറ്റ്. ഇനിയിപ്പോ മുന്നേ അത് എന്തോ കൂടെ ഒരു ക്ലൈമറ്റ് നല്ല കൂളുണ്ടെന്ന് മാത്രം. കൂളായിട്ട് തോന്നുന്നില്ല ഇപ്പൊ അത്ര കൂള്. നമ്മള് ഇതെന്റെ കാക്കന്റെ മോ അനീസ്. ഇതാണ് അജ്ജു. ഞാൻ ഫസ്റ്റ് സ്റ്റോറി ഇട്ടുണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങുന്നാട്ടി മുന്നേ ഞാൻ ഐഫോൺ എടുക്കാൻ പോയത് ഓനും ഞാനും. അത് നോമ്പുലി പോയത്. അത് എന്ത് ആ സ്റ്റോറി ശരിച്ചു പോണില്ല. അത് ബിഗ് സ്റ്റോറി അല്ല രാജു. അതിൻ്റെ പിറ്റേന്നും ഗൾഫിലേക്ക് വന്നു, ദുബൈക്ക്. അപ്പോൾ അങ്ങനെയാണ് സംഗതി. ഇതാണ് എൻ്റെ മൂത്തമ്മൻ്റെ ഇക്കു. ഞങ്ങൾ ചേരുന്നതിന് നോക്കത്ത് ഞാനും എല്ലാം ഫാമിലി ട്രിപ്പാണ് വന്നത്. ഫസ്റ്റ് ഇക്കുണ്ടായി എൻ്റെ ഒക്കെ NP പാർട്ട്ണറിലും ഉണ്ടായി. അപ്പോൾ ബാക്കിൽ നിന്നുണ്ട് ഫാമിലി എല്ലാം നടന്നിട്ട് പറ്റി. ഇപ്പൊ കുടുങ്ങിനെന്ത് ഈ കാട്ടിലൊന്ന് നടുവത്തേക്ക് എത്തിനി. അങ്ങുമല്ല ഇങ്ങുമല്ല. എതിർക്കു ഭയങ്കര എക്സിറ്റ് ആണ്, ഈല ഭയങ്കര എക്സിറ്റ് ആണ്. ഒരേ പോലെ രണ്ടും ഡൗൺ കിട്ടിട്ടാകുമ്പോഴാണ് നമുക്ക് എന്താണ് സമാധാനം. നമ്മളെ നാട്ടില് എന്താക്കാ നല്ലൊരു കുന്നിനാക്കിട്ട് മീത്ത് 10 ലോറി കല്ലെടുത്തോളൂ റോഡാക്കാൻ ആസിഡ് ഇളക്കാം. എന്നിട്ടില്ലേ മീത്ത് വലിയൊരു ഫാൻ എല്ലാം കൂളർ വെച്ചിട്ട് ഇളക്കാം. വെച്ചിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ കാറ്റ് ഇളക്കാം. ഇതൊന്നും കിട്ടിയതാ വന്നിട്ടാകുമ്പോ എന്താ ബള്ളിയിൽ ഉള്ളത്. നാച്ചോ ബ്ലാക്ക് ആയിക്കോണ്ട് നാച്ചോ. എനർജി തീർക്കുന്ന കുറെ സാധനങ്ങളുള്ളവർക്കെല്ലാം നടന്നിട്ട് അനുവദിച്ച സ്ഥലങ്ങളിൽ അല്ലാതെ വനത്തിലേക്ക് പ്രവേശനം ഇല്ല. ഓക്കെ, കുറെ ഭംഗുകൊണ്ടാണ്. കുറച്ച് ദിവസം അറിയുന്ന മലയാളം എന്നും കഴിച്ചിട്ടാക്കി ഞാൻ. ഇത് കൂടെയുള്ള കുറേ ഉണ്ട് എഴുതിട്ട്. ഇത് ഇങ്ങനത്തെ ഫാമ്പെല്ലാം ഉണ്ടല്ലോ ഇവിടെ എഴുതിട്ട് വെച്ചിട്ട്. ഇത് മജാ ഓ ഗായ്സ്. അപ്പൊ കാട്ടിന് നടുത്ത് ഉഞ്ചാലെല്ലാം കിട്ടി ഗായ്സ്. അപ്പൊ കൂടെ വേറെ എന്ത് നോക്കാം. വെള്ളത്തിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യരുത്. ഓക്കെ, ഇത് അവിടെ നിന്ന് വരുന്ന മോട്ടർ വെച്ചിട്ട് അല്ല വേറെ തന്നെ എന്ത് പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഇല്ല, മോട്ടർ എന്താ വെച്ചിട്ട് ഇതോടെ വൈപ്പെല്ലാം. ഓഹോ, റൊട്ടേറ്റിംഗ് സെറ്റപ്പ്. ഫോറസ്റ്റ് വാട്ടർ കുറേ എതിറ്റെല്ലാം ഉണ്ട്. ഇതിനെ ബൈക്കാൻ ഞാൻ എത്തല്ല. നടന്നിട്ട് മുക്കാപാതി എത്തുമ്പോഴേക്കാണ് നല്ല ചൂട് വന്നത്. നാട്ടിലത്തെ ചൂട് തന്നെ എത്തി. കുറച്ച് തണുപ്പുണ്ട് ലൈറ്റിലെ. എന്നെങ്കിലും വനവാസം എന്താ കാടല്ലേ, വനമേഖലയുടെ ചൂട് വേറെ തന്നെ. കറക്റ്റ് ഗൈസ്. അങ്ങനെ വന്നിട്ട് ലാസ്റ്റോടൊക്കെ എത്തി കാണിക്കുന്നത്. ഒരു പാറയിൽ വെച്ചിട്ട് തന്നെ ആക്കിയത് ഇത്. അയ്യവാ സെറ്റപ്പ്. മീനെല്ലാം ഉണ്ട്. റെഡി ആക്കിയതുണ്ട്. ഇവിടത്തേക്ക് എത്തിയാൽ രാജോ എത്തിയല്ലോ. ഇവിടത്തേക്ക് പിള്ളേർക്ക് കുറച്ച് എന്തെങ്കിലും ഉണ്ടോ? പിള്ളേർക്കുണ്ടല്ലേ. നീനൊന്ന് കാട്ടിട്ടുണ്ട്. ആഹാ, ഉണ്ണിമാങ്ങ കൊണ്ടുവന്നിട്ട് അതിനെ ഞൗണ്ടിട്ട് കഴിച്ച് പിന്നെ അതിനെ എടുത്തിട്ട് ഇങ്ങനെ ഞൗണ്ടിട്ട് എന്നിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് കുറച്ച് 10 മിനിറ്റ് വലിച്ചിട്ടാകുമ്പോ അത് പുളിയെല്ലാം വലിച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഉപ്പും മുളകും ഈ മാങ്ങ. ഓ, അതിൻ്റെ ഇടയ്ക്ക് ചോറും സാമ്പാർ ഇങ്ങനത്തെ കുറേ വൈറ്റ് റൈസ്. ചോറ് സാമ്പാറും ഉപ്പേരും. ഇതെന്ത് ഉപ്പുമുളകും ഇവിടെ മാങ്ങ കാണിച്ചെൻ്റെ അജുബായ്. അപ്പം ഞങ്ങൾ ചോറ് വയ്ക്കുന്നേ. ഓക്കെ ഗൈസ്, അപ്പം ഈ വ്ളോഗ് കഴിഞ്ഞ് ഉച്ചോളത്തോളമായി. ഈ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ ഇടാം. നെക്സ്റ്റ് വ്ളോഗിലിടാം. അതിന് ബേക്കല്ലേ.